റാം നാരായണ റാം. ഈ വാചകത്തിൽ നിന്നാണ് ഈ വിശാലമായ സർവജം രൂപം കൊണ്ടത്. അതേ വേദമാണ്. വാക്കുകളുടെ ശക്തിയെ മനസ്സിലാക്കാനാകും. അതിൽ മുങ്ങിപ്പോകാൻ കഴിയുന്നുവെങ്കിൽ വ്യാഖ്യാനം നൽകിയത് കൊണ്ട് അത് മനസ്സിലാക്കാനാകില്ല. ഇന്ന് നാം എല്ലാവരും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും പോലെ ചുറ്റിപ്പറന്നിരിക്കുന്നു. നാം യാത്രികരാണ്. നാം ആകാശത്തിലേക്ക് നോക്കി മുന്നോട്ട് പോകും. ഓരോ ഗ്രഹത്തോടും നമുക്ക് ബന്ധമുണ്ട്. ഈ ഗ്രഹത്തിൽ അത്ര ശക്തിയുണ്ട്, അതിനെ ഒരു വ്യാഖ്യാനത്താൽ അടക്കാനാകില്ല. ഭൂമിയാണ് ഏക ഗ്രഹം അല്ല. എല്ലാ ജീവികളും, മനുഷ്യർ, പുഴുക്കൾ, ചീറികൾ ഓരോന്നും ഒരു ഗ്രഹമാണ്. മന്ത്രത്തിനകത്ത് അത്ര ശക്തിയുണ്ട്. നിങ്ങൾ എങ്ങനെയും പറ്റില്ല. ജീവിതത്തിലെ കടമകൾ നിർവഹിക്കുമ്പോൾ ഈ മന്ത്രം ജപിക്കാൻ തുടരണം. നിങ്ങളുടെ ഉള്ളിൽ എല്ലാ ശക്തികളും ഉണ്ട്, എന്നാൽ അവയെ അനുഭവിക്കാൻ കഴിയുന്നില്ല. ഈ ശബ്ദത്തിൻ്റെ വികാസത്തോടെ അവ പ്രസ്ഫുടിതരിക്കും. മനം വായുവ് പോലെ വ്യർത്ഥമായി ചുറ്റിക്കളയുന്നു. വായു അടിക്കുമ്പോൾ പോലെ മനസ്സും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും തട്ടിക്കൊണ്ടിരിക്കുന്നു. കടലിനോട് കനാലുകൾക്കും ബന്ധമുണ്ട്. ഈ ലോകം തന്നെ മനസ്സാണ്. മനസ്സ് വൃത്തി നിവൃത്തി ചെയ്യുന്നു. ഉത്തേജനത്താൽ മാത്രമാണ് നിവൃത്തി ജനിക്കുന്നത്. വായു കാണാനാകാത്തതുപോലെ മനസ്സും കാണാനാവില്ല. വായു ഇല്ലാത്തിടത്ത് വെള്ളവും ഇല്ല. വെള്ളം ഇല്ലെങ്കിൽ മഞ്ഞും ഇല്ല. മഞ്ഞും വെള്ളവും ഒരേ വസ്തുവാണ്. വെള്ളവും മഞ്ഞും വായുവിൻ്റെ മറ്റൊരു രൂപമാണ്. അതേ മഞ്ഞ് വെള്ളത്തിൽ നീന്തുന്നു. മനസ്സും ലോകത്തിൻ്റെ രൂപമാണ്, ശ്രീയുടെ രൂപമാണ്. ഈ അനന്തരൂപങ്ങൾ മനസ്സിൻ്റെ തന്നെ രൂപങ്ങളാണ്. ഈ അനന്ത ലോകം തന്നെയാണ് മനസ്സും. മനസ്സ് വസ്തുവാകുന്നു. മനസ്സുവഴി എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടവയാണ്. മഞ്ഞ് രൂപപ്പെട്ടു. ഈ വസ്തുവിൽ തന്നെയാണ് നാം നീന്തുന്നത്. മഞ്ഞ് വെള്ളത്തിൽ ചേർന്ന് അതേ വെള്ളത്തിൽ നീന്തുന്നു. നാം സൂര്യനിൽ നിന്നും ഭൂമിയിൽ നിന്നുമാണ് ഉദ്ഭവിച്ചത്. ഈ ഭൂമിയിലെത്തും പരിക്രമിക്കുകയാണ്.